പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബുധൻ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം, പ്രത്യേക ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, പിന്നെ നോക്കിയേ, നാളെ വ്യാഴാഴ്ച നമുക്ക് സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ കടബാധ്യതയിൽ പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 4ാമത്തെ ആഴ്ചയാണ് നാളെ. സാധിക്കുന്നിടത്തോളം കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുമ്പസാരിച്ചൊരുങ്ങി ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി 9 മണിയോട് കൂടി കൃത്യം 9:10 പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആ കുർബാനയുടെ സമയമൊക്കെ അങ്ങനെയല്ല, ഒരു ശുശ്രൂഷയ്ക്ക് വരികയാണെങ്കിൽ അച്ഛൻ്റെ ഒരു രീതി അതാണ്, വരികയാണെങ്കിൽ നേരത്തെ വരിക, മുഴുവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. അപ്പോൾ എന്തായാലും മെനക്കെട്ട് വരുന്നുണ്ട്, അപ്പോൾ പിന്നെ നേരത്തെ വന്നോടെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 9:10 അപ്പോൾ 9 മണിയിൽ നിന്ന് കാണും, 9:10 കറക്റ്റ് നമ്മൾ ആരംഭിക്കും. നമ്മൾ ധ്യാനിക്കുന്നത് സഭാപ്രസംഗൻ്റെ പുസ്തകം 7:2. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ്. എന്നിട്ട് പറയണം, അതിനും പറയാണ്, സർവരുടെയും അന്ത്യം ഇതാണെന്ന് ജീവിച്ചിരിക്കുന്നവർ ഗ്രഹിച്ചുകൊള്ളട്ടെ. അതായത് വിലാപം നടക്കുന്ന വീടെന്ന് പറഞ്ഞ മരണവീടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് സദ്യ നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അന്ത്യമുണ്ട് കുഞ്ഞെ. നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെലിബ്രേഷൻ അല്ല. ഈ സെലിബ്രേഷനൊക്കെ അവസാനിക്കുന്ന ഒരു കാലം വരും സഹോദരങ്ങളെ. ആ കാലഘട്ടത്തിൽ അന്ന് അവസാനം നീ പുഞ്ചിരിക്കണമെങ്കിൽ ഇന്ന് അത് കണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അത് സ്വർഗമാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകം, ഈ ഒരു അനോയിൻറ്റിങ് പകരാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയുടെ സ്വരമാണ് കേട്ടോ അവിടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്, അതിൻ്റെ സ്വരമാണ് കേട്ടോ അവിടെ കേൾക്കുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, എപ്പോഴും ഇതിലേക്കും. ആമേൻ.